ഒരു അനശ്വര രാജൻ ചിത്രം. മോഹൻലാലിന്റെ ഗംഭീര തിരിച്ചുവരവ്. ദൃശ്യത്തിനു ശേഷം മോഹൻലാലിനെ തിരിച്ചുകൊണ്ടുവന്ന ജീത്തു ജോസഫ്. ഇങ്ങനെ നേര് സിനിമ വിശേഷണങ്ങൾ കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ 5.17 കോടി രൂപ നേടി ബോക്സ് ഓഫീസിൽ കുതിക്കുന്ന നേര് മോഹൻലാൽ സിനിമയായും അനശ്വര രാജൻ സിനിമയായും പ്രേക്ഷകർ വിലയിരുത്തുന്നു. താരഭാരമില്ലാതെ പകർന്നാടിയ മോഹൻലാലിനെയാണ് നേരിൽ പ്രേക്ഷകർക്ക് കാണാനാകുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളിൽ വമ്പൻ വിജയമായി മാറാൻ പോവുകയാണ് നേരെന്നാണ് വിലയിരുത്തലുകൾ. ദൃശ്യം 2 ശേഷം പ്രേക്ഷകർ മറ്റൊരു നടനെ മോഹൻലാലിൽ കണ്ടിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീടിറങ്ങിയ ലാൽ ചിത്രങ്ങളെല്ലാം പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചുകൊണ്ട് തിരശ്ശീലയിൽ മറഞ്ഞിരുന്നു. ഇത്രയും പെർഫെക്റ്റായി കാസ്റ്റിംഗ് ചെയ്ത ഒരു സിനിമ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലെന്ന് വ്ളോഗർ അശ്വന്ത് കോക്ക് പറയുന്നു. മോഹൻലാൽ എന്ന താരത്തിന് പകരം മോഹൻലാൽ എന്ന നടനെ ഉടനീളം ഉപയോഗിച്ച സിനിമയാണ് നേരെന്ന് മനീഷ് നാരായണൻ. അതിശയിപ്പിക്കുന്ന പെർഫോമൻസ് കാഴ്ചവച്ച അനശ്വര രാജനെയും അഭിനന്ദിക്കുന്നുണ്ട് മനീഷ്. കൈകാര്യം ചെയ്ത വിഷയത്തിന്റെ ഗൗരവം ചോർത്തുന്ന മാസ് ഹീറോയിസമോ പഞ്ച് ഡയലോഗ് പാക്കേജോ ഏച്ചുകെട്ടാതെ കൈകാര്യം ചെയ്ത സിനിമയെന്നും മനീഷ് കൂട്ടിച്ചേർത്തു. 2023 തിയേറ്ററിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച 5 സിനിമയെടുത്താൽ അതിൽ നേരുണ്ടെന്ന് അഭിജിത്ത് എന്ന ഐഡിയിൽ നിന്നുള്ള ട്വീറ്റ്. പണ്ട് ആക്ടർ എന്ന നിലയിൽ ഇഷ്ടം തോന്നിയിരുന്ന, ഇനി അങ്ങനെ ഒരാളെ കാണില്ല എന്ന് കരുതിയിരുന്ന ഒരാൾ തിരിച്ചു വന്നതുപോലെ തോന്നി മോഹൻലാലിനെ നേരിൽ കണ്ടപ്പോഴെന്ന് VK ശ്രീരാമൻ. നേര് പക്ഷേ ഒരു അനശ്വര രാജൻ സിനിമയാണെന്നും അത്ഭുതപ്പെടുത്തുന്ന ഉജ്ജ്വലമായ പെർഫോമൻസാണെന്നും VK ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. വീഴ്ചകളിൽ നിന്ന് കരിയറിനെ മാറ്റിപ്പണിയുകയാണ് മോഹൻലാലെന്ന് അനൂപിന്റെ പോസ്റ്റ്. മുണ്ടുമടക്കാതെ മീശ പിരിക്കാതെ മാസായി മാറിയ മോഹൻലാലിനെയാണ് നേരിൽ കണ്ടതെന്ന് ഓറിയോ എന്ന ഐഡിയും പറയുന്നു. നേര് കണ്ട് കണ്ണു നിറഞ്ഞെന്നും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു സിനിമയെന്നും വരത്തന്റെ പോസ്റ്റ്. അനശ്വര രാജന്റെ പെർഫോമൻസിന് 10ൽ 10 മാർക്കും കൊടുക്കുന്നുണ്ട്. ഏതായാലും നേര് മോഹൻലാലിനെ ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അനശ്വര രാജന്റെ മനോഹരമായ പെർഫോമൻസും നേരിന് പ്രേക്ഷക വിജയം സമ്മാനിക്കുന്നു. അരുണ്യ CG 24news.com.